ആരും ആർക്കും പകരമാകില്ല. ഇന്ത്യൻ കുപ്പായത്തിലെ 12-ാം നമ്പർ താരത്തിൻ്റെ പകരക്കാരനെ കാലം തേടിയിറങ്ങിയതും വെറുതെയായിരുന്നു. ഒരുപാട് പേർ വന്നുവെങ്കിലും ഇരുത്തമുറയ്ക്കാത്ത പലരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരം കാഴ്ചയായി മാറി. 12-ാം നമ്പർ ജേഴ്സി ചാലിച്ചിരിപ്പിടത്തിൽ അയാൾ തീർത്ത മാന്ത്രികതയ്ക്ക് പകരം വയ്ക്കുവാൻ ഇന്നോളം ആർക്കും സാധിച്ചിട്ടുമില്ല. അവിടെയാണ് ആ 14 വയസ്സുകാരൻ കണ്ണുവെക്കുന്നത്. IPL-ൽ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ശൈലി കൊണ്ടും ഡ്രൈവ് കൊണ്ടും അവൻ്റെ ആ നിഴലാട്ടങ്ങൾ വളരെ വ്യക്തമായിരുന്നു. കൂടെ ആ 12-ാം നമ്പർ ജേഴ്സിയും. തകർന്ന പാളയത്തിന് മുന്നിൽ കൊടിപിടിച്ച് നടത്തുവാൻ ഉത്തരവാദിത്തബോധം ഉറയ്ക്കാത്തൊരു യുവതാരത്തെ അവതരിപ്പിച്ചതിന് രാഹുൽ ദ്രാവിഡിന് ഒരുപക്ഷെ ഭാവിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് പോലും പലരും വിമർശിച്ചു. എന്നാൽ ഇന്നിതാ 3-ാം മത്സരത്തിൽ നിലവിലെ 1-ാം സ്ഥാനക്കാരുടെ ആത്മാവിനെയും ആത്മവിശ്വാസത്തെ പോലും തകർത്ത് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സെഞ്ചുറി നേടുന്നു. അതും എണ്ണം പറഞ്ഞ 11 സിക്സുകളും 7 ബൗണ്ടറികളും പറത്തിക്കൊണ്ട്. സെൻസിബിൾ ക്രിക്കറ്റിനെ കുറിച്ച് ഒരുപക്ഷെ ഒരു 14 വയസ്സുകാരനെ ഉപദേശിക്കുവാൻ രാഹുൽ ദ്രാവിഡ് ശ്രമിച്ചിട്ടുണ്ടായേക്കാം. പക്ഷേ മൈതാനത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തനിക്ക് നേരെ വരുന്ന വൈറ്റ് ബോളുകളെ വേലിക്കെട്ടുകൾ കടത്താനുള്ള ശ്രമത്തിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ. സ്പിൻ മാസ്റ്ററോ റാഷിദ് ഖാനും സിറാജും സുന്ദരും പ്രസീദും നിഷാന്തും ശർമ്മയും വരെ ആ വെടിക്കെട്ടിൽ തകർന്നു വീഴുന്നുണ്ട്. 210 എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ രാജസ്ഥാൻ റോയൽസ് 10 ഓവർ തികയും മുന്നേ 170 കടന്നിരുന്നു. ജയ്സോളും വൈഭവും ചേർന്നൊരുക്കിയ കൂട്ടുകെട്ട് തകരുമ്പോൾ സ്കോർ ബോർഡിൽ 11 ഓവറിൽ 166 എന്ന നിലയിലായിരുന്നു. ഇതിനിടയിൽ വൈഭവ് സൂര്യവംശി കരീം ജനറ്റിൻ്റെ മുഴുവൻ പന്തുകളെയും ബൗണ്ടറി കടത്തുന്ന ഒരു രംഗമുണ്ട്. ഒരു തഴക്കം വന്ന ഒരിടങ്കൻ ബാറ്ററുടെ മേൽവഴക്കത്തോടെയാണ് വൈഭവ് ആ നേരത്ത് മൈതാനത്ത് ബാറ്റ് വീശിയത്. സഞ്ജുവിൻ്റെ പരിക്ക് രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ ഇളക്കം സംഭവിപ്പിച്ചിരിക്കാം. തുടർ തോൽവികൾ രാജസ്ഥാൻ ഒരു പക്ഷേ IPL നിന്ന് തന്നെ പുറത്താക്കിയേക്കാം. പക്ഷേ അവരുടെ നിരയിൽ ആ 14-ാം വയസ്സുകാരൻ വരും നാളുകളിൽ അവരുടെ പ്രതീക്ഷയാണ്. അയാൾക്കൊപ്പം എത്തിയില്ലെങ്കിൽ പോലും അയാൾ അഴിച്ചു വെച്ച 12-ാം നമ്പർ ജേഴ്സിയിലേക്കുള്ള പകരക്കാരൻ ഉദയമാണ്. വൈഭവ് സൂര്യവംശിയുടെ ബാറ്റ് അത് വിളിച്ച് പറയുന്നുണ്ട്. അതെ, ഈ വിജയം വൈഭവിൻ്റേത് മാത്രമാണ്. ലോസ്റ്റ് പന്തിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് IPL-ലെ റിയൽ ബോസിന് താഴെ ബോസ് ബേബിയായി അവനെത്തി നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നാളെ മറ്റൊരു യുവയുടെ കഥ പറയും. എന്നാൽ അതിൽ വൈഭവ് സൂര്യവംശി തന്നെയായിരിക്കും യഥാർത്ഥ നായകൻ.